പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ്. പാലാരിവട്ടം പോലീസാണ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത്. പൊതുജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചെന്നും സാധാരണക്കാർക്ക് മാർഗതടസ്സം ഉണ്ടാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു. തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിലാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ അടക്കമുള്ള നേതാക്കൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചത്. ഇന്ന് പുലർച്ചെ വരെ 6 മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധം തീർത്തിരുന്നു. ഈ പ്രതിഷേധത്തിനെതിരെയാണ് പാലാരിവട്ടം പോലീസ് സ്വമേധയാ കേസെടുത്തത്. നേതാക്കൾ കലാപാഹ്വാനം നടത്തിയെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടു നൽകിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞതായും എഫ്ഐആറിൽ പറയുന്നു. പൊതുജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചെന്നും സാധാരണക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കിയെന്നും എഫ്ഐആറിലുണ്ട്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് 1-ാം പ്രതിയും MP ഹൈബി ഈഡൻ 2-ാം പ്രതിയും MLA-മാരായ TJ വിനോദ്, ഉമാ തോമസ്, അൻവർ സാദത്ത്, KPCC ഭാരവാഹികളായ ദീപ്തി മേരി വർഗീസ്, അബ്ദുൾ മുത്തലിബ് എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. കൂടാതെ കണ്ടാലറിയാവുന്ന 75 പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. കേസിനെ നിയമപരമായി നേരിടുമെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. അതിനിടെ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയെ മരട് കുണ്ടന്നൂരിൽ വെച്ച് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചെന്ന പരാതിയുമായി നേതാക്കൾ രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രവീൺ പറയന്താരത്തിനാണ് മർദ്ദനമേറ്റത്. ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. റിപ്പോർട്ടർ, കൊച്ചി.